ശ്രീ കെ എം ഷാജഹാൻ, ആക്രി സാധനങ്ങളാണ് ഒരാളുടെ മരിച്ച ഭർത്താവിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ അതെല്ലാം തൂക്കി വിൽക്കണമെന്ന് ജോയിയോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആ വിവാഹ സമയം തൊട്ടേ പരിചയമുള്ള ഒരു സുഹൃത്ത് ബെൽറ്റ് കൂടിയാണ്. ഇതില് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീ അവരെക്കുറിച്ചിട്ട് ഇപ്പോൾ ഈ ജോയ് തമലം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു പൊതുധാരണ കിട്ടുന്നത്. ലക്ഷ്മി ബാലഭാസ്കർ എന്ന് പറയുന്ന മരണപ്പെട്ട ഒരാളുടെ ഭാര്യയാണ്. എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഇപ്പോൾ ഈ ഒരു 1.5 മാസങ്ങൾക്ക് മുമ്പ് മരിച്ച നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയെ കണ്ടു പഠിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ മഞ്ജുഷ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീ അവരുടെ ശരീരഭാഷയെ കണ്ടു കഴിഞ്ഞാൽ അവർ വളരെ ഈ പറഞ്ഞ പോലെ വളരെ സാധുവായ ഒരു സ്ത്രീയാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ആ മഞ്ജുഷ എന്ന് പറയുന്ന ആ സ്ത്രീ അവരുടെ ഭർത്താവിൻ്റെ ഘാതകരെ കണ്ടുപിടിക്കാൻ നടത്തുന്ന ആർജവത്തോടുകൂടിയുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു പോരാട്ടം ഉണ്ടല്ലോ, അതാണ് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീ കണ്ടു പഠിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മഞ്ജുഷ എന്ന് പറഞ്ഞ സ്ത്രീ അവരവരുടെ ഭർത്താവിൻ്റെ ഘാതകരെ കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അവർ ഇപ്പോൾ CBI അന്വേഷണത്തിന് കൊടുത്തൊക്കെ കണ്ടല്ലോ. പക്ഷേ ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീ ഇതുപോലൊരു അങ്ങനത്തെ ഒരു സ്ത്രീയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അവരിതിൻ്റെ ഭാഗമാണോ എന്നുള്ള സംശയം പോലും എന്നെ ഇപ്പോൾ ഈ ജോയ് തമലം പറഞ്ഞത് കേൾക്കുമ്പോൾ എന്നെ അത് ബാധിച്ചിരിക്കുകയാണ്. കാരണം അവരൊരാൾ ശ്രമിച്ചാൽ കണ്ടുപിടിക്കാവുന്നതാണ് ഈ കുറ്റം. അത് കണ്ടുപിടിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരിപ്പോൾ ജോയ് തമലം പറഞ്ഞു കേട്ടപ്പോൾ വിവാഹ സമയം തൊട്ടേ ജോയിക്ക് അറിയുന്ന ഒരാൾ കൂടിയാണ് ലക്ഷ്മി. എങ്കിലും ഞാൻ ഒരു സംശയത്തിന് ആനുകൂല്യം എല്ലാവർക്കും കൊടുക്കും. ഭർത്താവ് മരിക്കുന്നു, ആകെയുള്ള മകൾ മരിക്കുന്നു, ആ അപകടത്തിൽപ്പെട്ട ഒരാളാണ്. മാനസികമായിട്ടൊരു വലിയ ഷോക്കിലൊക്കെ ആയിക്കയില്ലല്ലോ. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അല്ല പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ആവാം, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ അതിനൊക്കെ ഒരു സമയമുണ്ട്. ഇപ്പോൾ ഭർത്താവ് മരിച്ചു, മകൾ മരിച്ചു, അപ്പോൾ സ്വാഭാവികമായും ദുഃഖിതയായിട്ടൊക്കെ ഇരിക്കാം. പക്ഷേ ദുഃഖിതയായിട്ടൊക്കെ ഇരിക്കുമ്പോഴും കുറേ നാളുകൾ കഴിയുമ്പോൾ തൻ്റെ ഭർത്താവിനെ ഇതുപോലെ കെണിയിൽപ്പെടുത്തി കൊല്ലുകയായിരുന്നു എന്നറിയാവുന്ന ഭാര്യയ്ക്ക് അവർ ഭർത്താവിനോടുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റ് തെളിയിക്കേണ്ടത് എങ്ങനെയാണ്? ആ തെളിയിക്കേണ്ടത് ഭർത്താവിൻ്റെ ഘാതകരെ കണ്ടുപിടിക്കുക എന്നുള്ളതിലൂടെയാണ്. അതവർ നിർവഹിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വേറൊരു വശത്തിൽ ചിന്തിച്ചാൽ അതിനും ഒരു സെൻസ് ഉണ്ട്. എന്താണ്? കേരളത്തിലെ ഈ സ്വർണ്ണ മാഫിയയുടെ ഒരു വ്യാപ്തി അതിഭീകരമാണത്. അത് കുറച്ചാൾ മുമ്പ് അൻവർ പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടു, അതിൻ്റെ വ്യാപ്തി നമ്മൾ കേട്ടു. ഇപ്പോൾ ഈ അർജുൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ചേർപ്പളശ്ശേരിയിൽ എന്തോ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഈ ചേർപ്പളശ്ശേരിയിൽ വെച്ചിട്ടാണ് എനിക്കൊന്ന് 1-2 വർഷങ്ങൾക്ക് മുമ്പ് അർജുൻ ആയങ്കിയൊക്കെ ഉൾപ്പെടെ ഉള്ള ഒരു സ്വർണം കള്ളക്കടത്ത് പൊട്ടിക്കൽ സംഘത്തെക്കുറിച്ചിട്ട് ഞാനൊക്കെ അന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതായത് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നവരെ കുറിച്ചിട്ടുള്ള വിവരം ചോർത്തിയെടുത്തിട്ട് അവരിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് പോകുന്ന സെറ്റുകാർ. അതിൻ്റെ ഒരു വലിയ അപകടം നടക്കുകയും 4 പേര് മരണപ്പെടുകയും ചെയ്ത ഒരു സംഭവം 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി. അവിടെ വെച്ചിട്ടാണ് അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ കുറിച്ച് കേൾക്കുന്നത്. അവിടെയാണ് ഈ അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതായിട്ടൊക്കെ ഇപ്പോൾ ജോയ് തമലം പറഞ്ഞപ്പോഴത്തേക്കും അതിനകത്തൂടെ കേൾക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അർജുൻ എന്ന് പറയുന്ന അയാൾ ഇതിനകത്ത് നിർണായകമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന ഒരാളാണ്. അയാളും കൂടെ അയാളുടെയും പ്രകാശൻ തമ്പിയുടെയും ലതയുടെ മകൻ ജിഷ്ണുവിൻ്റെയും അറിവോടുകൂടിയാണ് ഇത് നടന്നിരിക്കുന്നത്. അതിൽ ബാലഭാസ്കറെ ട്രാപ്പ് ചെയ്ത് കൊല്ലുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ സ്വന്തം ഭർത്താവിനോട് ആ നിലയിലുള്ള കമ്മിറ്റ്മെൻറ്റുള്ള ഒരു വനിതയാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആ വനിതയെങ്കിൽ ഇത്രയും നാൾ, അതായത് സംഭവം നടന്ന് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ചും CBIയും ഉൾപ്പെടെ ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഉത്തരവാദിത്വം ലക്ഷ്മിയുടേതാണ്. അവരിനിയെങ്കിലും പുറത്തു വന്ന് വസ്തുതകൾ പുറത്ത് വെളിപ്പെടുത്തി ഭർത്താവിൻ്റെ ഘാതകരെ കണ്ടുപിടിക്കാനുള്ള ഇച്ഛാശക്തിയും ആർജവവും അത് കാണിക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാം.